വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിന്ധൂസ് ഡ്രീം വേൾഡ്. ഇപ്പോൾ രാവിലെ നമ്മൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ പറഞ്ഞാൽ ഇന്നത്തെ ഫുൾ ഡേ ആണ് എന്താണ് ചെയ്തത്. ഞാനിപ്പോൾ ഇവിടെ പാലക്കുന്ന് വന്നിട്ട് ഒരാഴ്ച ആവാനേ, അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ രാവിലെ ഇപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത് എന്താണ് ചായക്ക് കാണാം. ചായക്ക് ഗൈസ് പറഞ്ഞാൽ സാമ്പാറും ദോശയും, പിന്നെ ഞാൻ 2 ഗ്ലാസ് ചായ കട്ടൻ ചായയാണ് കുടിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഹായ് മമ്മി ഇരുന്ന് കഴിക്കുന്നുണ്ട്, എല്ലാവരും ബിസി. ഗൈസ് ഞാൻ ഒരാളെ കാണിച്ചിട്ട് അത് ഡോറ് ഞാൻ തുറക്കുന്നുണ്ട്. ഒരാൾ നല്ല പാങ്ങിൽ ഓർക്കുന്നുണ്ട്. ഇതാരും മനസ്സിലായിട്ടേ അനുകുട്ടി ഓൾ അറിയില്ല ഞാൻ അവളെ വീഡിയോ എടുത്തത്. നല്ല സുഖമായി ഓർക്കുന്നത്. പാത്രം ഗൈസ് ഇത് നമുക്ക് തേങ്ങ പറിക്കണേ. ഞാനും അപ്പോൾ തേങ്ങ പറിച്ചിട്ടാണ്, അല്ല പറിച്ചിട്ട് അത് നമുക്ക് പറക്കിയിടണം. ഗൈസ് ഇതാ ഇതെല്ലാം തേങ്ങ, ഇതെല്ലാം ഇപ്പോൾ എനിക്കും അപ്പൂനും എല്ലാം വെക്കണം. ഇതെല്ലാം ഉണ്ട്, നിറച്ചുണ്ട്. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ടാർഗറ്റ് ശരിയാക്കണ്ടേ? എന്ത് വീഡിയോ ഇടണ്ട് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ആലോചിക്കുക. അപ്പോൾ ആരും ഐഡിയ പറഞ്ഞേ? അപ്പോൾ ഐഡിയ പറഞ്ഞു ആൻറ്റി നമുക്ക് ഇങ്ങനെ ആക്കാം. അപ്പോൾ പിന്നെ ഞാൻ വെച്ചാൽ എന്തായാലും ഇന്ന് അങ്ങനെ ആക്കാം. അപ്പോൾ എന്തായാലും ഇന്ന് പോകുന്നതല്ല, പിള്ളേർക്കെല്ലാം ഭയങ്കര വലിയ വേറുണ്ടടാ ഇടയുടെ വെറുതെ വരുന്നത്. പിന്നെ ഇനി നമ്മളെ ഇവിടെ ഉത്സവമുണ്ട്. എപ്പോഴാ ഉത്സവം? 24. ആ അപ്പോൾ പറഞ്ഞ ഉത്സവം. അപ്പോൾ ആ സമയത്ത് എന്ത് ഞാൻ വരും വന്നിട്ട് ഞാനിപ്പോൾ ഒരാഴ്ച, അതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട് പോകുന്നത്. വരാൻ ഭയങ്കര മടിയുണ്ടാവും. ഇവിടെ വന്നാൽ പിന്നെ എനിക്ക് ഇടുന്ന് പോകാനും ഭയങ്കര മടിയാണ്, ഭയങ്കര ബേജാറുണ്ടാവും. അപ്പോൾ നമുക്ക് പോവാം ടാർജറ്റിലേക്ക്. തേങ്ങ പറിപ്പിക്കാം. അപ്പോൾ ചാക്ക് എടുക്കണ്ടേ? ആ ചാക്ക് എടുക്കണം. യെസ് കമോൺ. ദാ ഗൈസ് അപ്പോൾ ചാക്ക് എടുക്കാൻ പോകുന്നുണ്ട്. മമ്മി ഇടുന്ന് പറക്കുന്നുണ്ട്. 2 അതൊന്ന് എനിക്ക് ഒന്ന് അപ്പൂനാന്ന് നമ്മൾ ചാക്ക് എടുക്കാൻ പോകുന്നത്. യെസ് പറഞ്ഞു എന്താപ്പൂ? പച്ചോല വാതിക്കാൻ വെച്ചൂടല്ലോ, അത് ആദ്യം ഓല എല്ലാം നേരെ വെക്കണം. യെസ് അപ്പോൾ അങ്ങനെ ആദ്യം ഓല എടുക്കാൻ പോകുന്നുണ്ട്. ഗൈസ് ഞാനും പോട്ടാ. ഇപ്പോൾ എൻ്റെ അസിസ്റ്റൻറ്റ് വരുന്നത്ര അനുകുട്ടി, ഓൾ ഉറങ്ങി എണീച്ചിട്ടല്ലോ. എണീച്ചിട്ടാകുമ്പോൾ ഓൾ പിന്നെ വീഡിയോ എടുക്കും. എല്ലാം കുഞ്ഞി തേങ്ങ ഗൈസ്, വലുതല്ല. പക്ഷേ കുറേ ആയി, 5 മാസമായാലും തേങ്ങ പറിപ്പിക്കാതെ. കുഞ്ഞി തേങ്ങയാണ്. നമ്മളടുത്ത തേങ്ങ വലിയ തേങ്ങയാണ് കേട്ടോ, പക്ഷെ കുറച്ച് ഉണ്ടാവും തേങ്ങ. അപ്പോൾ ഇങ്ങനെ ഉത്സാഹിച്ചിട്ട് എടുക്കുന്നുണ്ട്. വെൽക്കാൻ പറ്റില്ല. ഓ ലെസ്സ ഓ ലെസ്സ യപ്പ ഞാനെടുക്കാം. അമ്മേൻ്റെ കാലും വന്നു, ഓൾ ഉറങ്ങി എണീച്ചതാണ്. അതുകൊണ്ട് ഫോട്ടോ അപ്പോൾ അപ്പൂടെ കറ്റ് അപ്പോൾ അപ്പൂ അമ്മയും ആയിരുന്നു എടുക്കുന്നുണ്ട്. ഓലാണ് മാറ്റി ഞാൻ മോല കറ്റ് ഓല ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇരുന്നുണ്ട്. നമ്മ ചായയും കുടിച്ചിട്ട് പാത്രം കുടിച്ചിട്ടൊക്കെ ഓല പറ്റും. പക്കി ഓലാണ് പക്കി. ഞാൻ അതിന് ചാക്കിൽ തേങ്ങ ഈ ചാക്ക് ഗൈസ് അനുകുട്ടി പറക്കിയിടുന്നുണ്ട്. പിന്നെ അപ്പു എടുക്കുന്നുണ്ട്. ഞങ്ങൾ തേങ്ങ വേഗം പറക്കിച്ച് ബാക്കി പിന്നെ പറയാം. ഓക്കെ ശക്തിമാൻ അതിന് പൊക്ക്. കണ്ടോ? അപ്പോൾ വാച്ച് എടുക്കുന്നത് ഈ സെക്ഷൻ നമ്മളിത് ക്ലിയർ ആയി. ഓന് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് വാച്ച് എടുത്ത് അടിക്കുന്നത്. അപ്പോൾ നീ അല്ലേ കടിക്കലില്ലല്ലോ. ഉണ്ട് അനുകൂട്ടി ഇപ്പോൾ ഈ സെക്ഷനിലേക്ക് എത്തി. എന്നെ ഇടുന്ന് പറക്കേണ്ടത് ഇടലുണ്ട് കുറേ. അവിടെ എല്ലാം ഉണ്ട്, കാണുന്നുണ്ടോ ഗൈസ്? ബാക്കിലും ഉണ്ട്. ഇതാണ് നമ്മുടെ അമ്പലം കേട്ടോ. അപ്പോൾ എടുക്കട്ടെ. യെസ്
അപ്പോൾ ഒരു ഡിസ്കഷനിൽ എന്താക്കണ്ടെന്ന്. സിന്ധാൻ്റെ എടുത്തുകൊണ്ട് ടയർഡായിരിക്കുന്നു സിന്ധാൻ്റെ. ഇത് നമുക്ക് തന്നെ ഇപ്പോൾ കൊത്തണം. അത് അവിടെ അടുത്തിട്ടാക്കിയിട്ട് ബർവാട വെച്ചിന് ഗൈസ്. ആ സെക്ഷൻ ഗൈസ് കഴിഞ്ഞു. അതിന് ഇപ്പോഴത്തേക്ക് സെക്ഷൻ അനു ടയർഡായി. ജയ് ഹനുമാൻ. ജയ് ശ്രീറാം. ജയ് ശ്രീറാം. അത് ഞാൻ പോക്കാം. സ്ഥലം കഴിഞ്ഞ് പിന്നെ എല്ലാവരും ബാക്കിലുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിലേക്ക് പോവാം. ടയർഡായിരിക്കുന്നു. ആ സെക്ഷൻ കഴിഞ്ഞു ഗൈസ്. നമ്മൾ ഈ സെക്ഷനിലേക്ക് വന്നു. അമ്മമ്മ അതാ ഓല വിൽക്കുന്നുണ്ട്. ഇത് സെപ്പറേറ്റ് ആക്കണം. അവിടെ റെഡി 1 2. അങ്ങനെ എടുക്കല പിന്നെ എങ്ങനെ പോ യെസ് അപ്പുന് ബുദ്ധി ഉണ്ട് ഗൈസ്. എനിക്കത് ബുദ്ധി കുറഞ്ഞു പോയി. ശരിയാണ്, ഡബിൾ പണി എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആക്കാം ഗൈസ്. ക്ഷീണം പിടിച്ചു ഗൈസ്. ഓടിച്ചില്ല ഗൈസ്. അതാണ് ഞാനും അപ്പോൾ ക്ഷീണായി. അനുമോളവിടെ ചായ കുടിക്കണം. നമ്മൾ ചായയും കുടിച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ചായ കുടിച്ച് അതെല്ലാം പോയി അല്ലേ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കയ്യിലും കണ്ടു. ഇതൊക്കെ കാണുന്നുണ്ടോ ഗൈസ്? വെളുപ്പല്ല വെളുത്ത കൈ. നമ്മള് എന്ത് കളറായി? മണ്ണ് കൈ കാണിച്ചപ്പോ ഇതൊക്കെ ഇട്ടു ഗൈസ്. വേർത്തിരി ക്ഷീണം പിടിച്ചു അല്ല. അപ്പോൾ നമ്മൾ രണ്ടാളും ക്ഷീണം പിടിച്ചു. ടയർഡായി. അപ്പോൾ ടയർഡായി. സർബത്ത് കുടിക്കണം. എന്ത് കുടിക്കണം? സർബത്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റാബില കിട്ടും. അമ്മയുടെ തേങ്ങ കൂട്ടിയിട്ട് വെച്ചു. അമ്മയുടെ പൊത്തുന്നുണ്ട്. എല്ലാം ക്ലീൻ ആക്കി ഗൈസ്. അമ്മ എല്ലാം അടിച്ചു വൃത്തിയാക്കി. അവിടെ ചിമ്പു ഉണ്ട്. ചിമ്പു ഹായ്. യെസ്, ചിമ്പു അപ്പൂൻ്റെ ഒപ്പം കളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴേക്ക് അപ്പൂന് ഇതിലെ ക്ഷീണം പിടിച്ചിട്ട് ഒന്നും കഴിഞ്ഞില്ല. ക്ഷീണം പിടിച്ചു കണ്ടു പാവ എൻ്റെ അപ്പു. കൊട്ടെല്ലാം കാണുന്നു നോക്കൂ ഗൈസ്. 8ൽ പഠിക്കുന്ന കുഞ്ഞിന്ന് ആരെങ്കിലും പറയുമോ? നാരായണിയുടെ ഓല കൊത്താൻ തുടങ്ങി. അയ്യോ, പിന്നെ അനുകുട്ടി ഇപ്പോൾ ഇല്ല. അനുകുട്ടി പോയി അമ്മേൻ്റെ ഒപ്പം ശിപ്പച്ചിൻ്റെ ഒപ്പം തറവാട്ടിൽ പോയി. നമുക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടി. അല്ല നമ്മൾ ഭയങ്കര ടൈഡ് ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. ഒന്നും കഴിഞ്ഞില്ല. അതായത് ഇപ്പോൾ ചിമ്പുണ്ട്. ചിമ്പു കൊച്ചെടുത്ത് വന്ന് ചിമ്പൂടെ കളിക്കാൻ വന്നത്. അതന്നെ. ചിമ്പു ഏത് ക്ലാസ്സിലാ? 8ൽ. ഏത് സ്കൂളില്? ബാര. അപ്പോൾ ഏത് സ്കൂളിലാണ്? 4ാം ഭാഗത്ത്. രണ്ടാളും 8ലാണ്. ആ ചിമ്പുനെ നോക്കിയേ, അപ്പൂനെ നോക്കിയേ. അങ്ങനെ ഇപ്പം നമ്മൾ വെള്ളം സർബത്തുള്ളം കുടിച്ചിട്ടായിരുന്നു. കുറച്ച് ഫ്രഷ് ആയി. ഇപ്പോൾ അതൊക്കെ നല്ല ഗൈസ്, നല്ല ഫ്രഷ് ആയി. ഞാൻ പൊതുവെ വെളുപ്പാണ് അല്ലേ. ഇവർ ഭയങ്കര രസമാണ് ഗൈസ്. ഇനിയിപ്പോൾ ഞാൻ 2:30 ആകുമ്പോൾ ഇടുന്നായിരുന്നു. ഞാനതെ. നീ കിടക്കുന്നു? നീ പോകുന്നില്ല. ഞാൻ ഫുഡെല്ലാം കഴിച്ചിട്ട് 2:30 ആകുമ്പോൾ ഇടുന്നായിരുന്നു. എനിക്ക് പിന്നെ കാഞ്ഞങ്ങാടുന്ന ബസ്സുണ്ട് ഡയറക്റ്റ് നമ്മൾ അങ്ങോട്ട്. അവിടെ പോയതിന് ശേഷം ഞങ്ങൾക്ക് കുടുംബശ്രീ ഉണ്ട്. തെങ്ങിനെല്ലാം വെള്ളം അടിക്കണം. എന്തെല്ലോ പണിയുണ്ട്. ബേജാറ് എനിക്ക് പോകുന്നത് കൊണ്ട്. ബെർണിക്ക് വരുന്നേ. ബെർണിക്ക് വന്ന് 2-3 ആഴ്ചയുണ്ട്. നമ്മളെ കുട്ടി പട്ടാളൻസ്മാർ ചിമ്പു ഇതാ നമ്മളെ ശ്രീകുട്ടൻ. ഹീറോ ശ്രീകുട്ടൻ അറിയാലോ. ശ്രീകുട്ടൻ ഇപ്പോൾ ഭയങ്കര ഫോം പാം. വലിയ ബാലകനായിട്ട് ഇപ്പോൾ വലിയ സ്റ്റൈലൊക്കെ. നമ്മളെ അപ്പുകൂട്ടൻ നോക്ക് ഇപ്പം ഇവിടെ കളിക്കാൻ വന്നത്. ഇതിപ്പോൾ ഫ്രീ ഫയറാണ് അങ്ങനെ എന്തോ. ഇപ്പം 3 ആൾ. ഇപ്പം 3 ആളാണ് ഒരു ടീം ഗ്യാങ്. പിന്നെ ഒന്നുണ്ട് കുഞ്ഞുട്ടൻ. ഓൻ വന്നിട്ടാ. ഇന്നലെ വരെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇന്നറിയില്ല. ഇപ്പോൾ ഞാൻ കളി പരിപാടിയായിരിക്കും. നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കണ്ടു എല്ലാം ക്ലീൻ. മിഞ്ഞാന്നിപ്പോൾ കലങ്കനിപ്പ് കഴിഞ്ഞില്ലേ, അതിൻ്റെ ക്ലീനിങ് ആണ്. മാതൃസമിതിക്കാർ വന്നിട്ട് കാണുന്നുണ്ട് ഗൈസ്. നമ്മ ഇപ്പോൾ ഗൈസ് റിയൽസിൽ എടുത്തിട്ട് ഇപ്പോൾ ഇങ്ങനെ ക്ഷീണത്തോടെ ഇരിക്കുന്നത്. ഇപ്പോൾ ഉച്ചായി നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതാ കൈപ്പക്ക വറവ്, തോരക്കറി, അച്ചാർ കാണുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഉണ്ട്. ഞാൻ റെഡി ആയിട്ടുണ്ട് പോകാൻ വേണ്ടി. മമ്മിയുണ്ട്. മമ്മീൻ്റെ ചോദിക്കുന്നത് അനുവും ശില്പിച്ചില്ല. അങ്ങനെ നമ്മളെല്ലാം ചോറ് വെച്ചിട്ട് ഇപ്പം ഞാൻ ചോറ് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പോകും. ഞങ്ങളല്ല
അപ്പോൾ ഞാൻ ചോദിക്കട്ടെ കേട്ടോ, അത് നോക്കട്ടെ ടേസ്റ്റ്. അപ്പോൾ പോയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോലെ ഞാൻ നേരെ നീലേശ്വരത്തേക്ക് പോന്നു. അപ്പോൾ കുട്ടികളും പോന്നു. എൻ്റെ അമ്മ അവിടെ തറവാട്ടിൻ്റെ അടുത്ത് അല്ലേ, ഓനെ ഞാൻ അവിടെ ബസ്സിലിറക്കും. അപ്പോൾ പിന്നെ ബൈ, നീലേശ്വരത്തേക്ക് കാണാം. അപ്പോൾ ബൈ ഒക്കെ ബൈ. ഹായ് ഗൈസ്, ഞാനില്ലേ നേരത്തെ എത്തി, 4 മണിക്ക് എത്തിയത്. ഞാൻ പറഞ്ഞിട്ട് ഞാൻ 2:30 അവിടെ നടക്കിയത്, 3:30 എനിക്ക് ബസ്സാണ്. 4 മണിക്ക് എത്തി. പക്ഷേ ഞാൻ ഭയങ്കര ടയേർഡ്, പിന്നെ ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. 4 മണിക്ക് എത്തിയിട്ട് അപ്പോഴേക്കൊക്കെ കുടുംബം ചെയ്ത് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ശേഷം എനിക്ക് തെങ്ങിനെല്ലാം വെള്ളം എടുക്കാനുണ്ടായി. ആ വെള്ളം അടിച്ച് നമ്മളേക്ക് ടയേർഡായിപ്പോയി. പിന്നെ അടിക്കലും അങ്ങനെ ഇങ്ങനെയെല്ലാം പണിയായിരുന്നു. വീട്ടിലുണ്ടായിട്ടല്ലോ കുറച്ച് ദിവസം. അപ്പോൾ നിങ്ങൾക്കറിയാലോ, അടിച്ചു കുട്ടിയെ വീടാകുമ്പോൾ എത്ര പണിയുണ്ടാവും. അതെല്ലാം ക്ലീൻ ആക്കുമ്പോഴേക്കും ക്ഷീണം പിടിച്ചു. അപ്പോൾ ഫുഡ് ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നിനി. അങ്ങനെയൊന്നുമില്ല, ലൈറ്റ് ഫുഡ് എനിക്ക് മതി തന്നിനി. അങ്ങനെ എന്താണെന്ന് ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോന്നു. വൈദ്യയില്ലേ, വിശക്കുന്നു, പണിയെടുത്ത് ടയേർഡായിപ്പോയി. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫുഡ് പറഞ്ഞാൽ ഞാനിപ്പോൾ രാത്രിത്തേക്ക് അടന്ന് വരുമ്പോൾ 2 ദോശയും കൈപ്പക്ക ബർവാന്ന് എടുത്തിട്ടുണ്ട്. എനിക്കിത് മതി. ഞാൻ 2 ദോശയാണ്, 2 ദോശയും കൈപ്പക്ക ബർവ എടുത്ത് ഞാനിപ്പോൾ കഴിക്കും. കഴിച്ചിട്ട് ലൈറ്റ് ശേഷം പിന്നെ എനിക്ക് ഉറങ്ങണം. ഒന്നും കഴിഞ്ഞില്ല, ഭയങ്കര ബേജാറ്, ആരും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന മാതിരി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, പിന്നെ അതിൻ്റെ അടുക്ക് ഒരു ബെല്ലൈക്കൺ ബട്ടൺ ഉണ്ട്, അത് കമൻറ്റ് അടിച്ചാൽ എന്താ പറയുക, ഓളിനെ അടിച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നോൾക്ക് പറഞ്ഞത് എല്ലാം മറന്നുപോയി ഗൈസ്, അതാണ് പ്രശ്നം. അപ്പോൾ ഗുഡ് നൈറ്റ്, ശുഭരാത്രി. അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.